നമ്മുടെ സിനിമ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം സിനിമയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാൻ അല്ലെങ്കിൽ പറയാനുള്ളത്? സിനിമ എന്നേക്കാൾ കൂടുതൽ പറയാനത് ആഷിം ഷാ ആയിരിക്കും. ഒരു വിഷ്വൽ ബ്യൂട്ടിയുള്ള ഒരു വളരെ മനോഹരമായ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം എൻ്റെ രാജ്യത്തിലാണെന്ന് ചോദിക്കണ്ട, നമ്മൾ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ നമുക്ക് ആളുമായിട്ട് എന്തെങ്കിലും ഒരു പ്രേമം തോന്നി കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഇന്ന ദിവസം ഇപ്പം ആ നിമിഷം കാണണമെന്ന് വെച്ചാൽ അപ്പോഴും കാണാം. പണ്ട് അങ്ങനെയല്ല, കത്തെഴുതി ഇവിടെ എവിടെയാണ് പോണ വഴിക്ക് ഇവിടെ ഇങ്ങനെ അവിടെ എടുക്കുന്നു, അപ്പം അത് പറ്റിയാൽ എടുക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ആളെടുക്കുന്നു, അപ്പോൾ അടിനാശമുള്ള പോകാം. അത് രണ്ടാമത്തെ ദിവസം എടുത്തു കഴിഞ്ഞാൽ അത് വ്യാഴാഴ്ച ഇന്ന അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് കാണും. ആ ഒരാഴ്ച കാമുകനായാലും കാമുകയായാലും അവർക്കൊരു ആ ഒരാഴ്ച കണ്ണും മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കണ്ടാൽ അതും ഇങ്ങനെ പോണ സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോകും. പക്ഷെ ആ ഒരു കാലഘട്ടത്തിന് വേറൊരു കാര്യമുണ്ട്, ആ ഒരു നോട്ടം ഉണ്ടല്ലോ, അത് മതിയായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രണയം. ഇന്ന് ഒരു 10 സെക്കൻഡ് കൊണ്ട് 10 വർഷത്തെ ബന്ധം. ഇന്നത്തെ കാര്യമല്ല പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. വാട്സപ്പ്, ഫേസ്ബുക്ക് എന്ന് വേണ്ട, ചാറ്റ് ചീറ്റ് ഓട്ടം വിളി വെക്കാളെ അടിനാശം വെള്ളപ്പൊക്കാൻ. പണ്ടത്തെ പ്രണയത്തിന് അത് പക്ഷെ അത് പക്ക ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പഴയ പ്രണയം സത്യമാണ്. ഇന്നത്തെ പ്രണയം സത്യമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയില്ല. എല്ലാം ഇല്ല, 100-ൽ 99% അന്നത്തെ പ്രണയം സത്യമാണ്, ഒരു സംശയം. കാരണം വെച്ചാൽ അന്ന് നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ പറയണം, ഒന്ന് കാണണമെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു ആഴ്ചയെങ്കിലും നമ്മൾ എടുക്കും. കാരണം വെച്ചാൽ ഒന്നുകിൽ ഒരു കത്ത് പോസ്റ്റ് ചെയ്താൽ നമ്മുടെ വീട്ടിൽ വന്ന് കിളയാറ് പൊക്കി അല്ലെങ്കിൽ കിളവനാര് പൊക്കിയാൽ, അത് പെൺപിള്ളേരുടെ വീട്ടിലാണ് മെയിൻ പ്രശ്നം, നമ്മുടെ വീട്ടിലല്ല. അന്നൊരു കത്ത് വന്നതിന് അപൂർവങ്ങളിൽ ഹാർഷ്യമിൽ ഒരു കത്ത് വന്നു. അപ്പം CCTV 1000 വന്നു കഴിഞ്ഞാൽ ആരുടെ കത്ത് അയച്ചത് ചോദിക്കും. ഇങ്ങനെയാണ് സംഭവം, ഹാർഷ്യമിൽ കത്ത് വന്നു, അതൊരു പെണ്ണാണെന്ന് തോന്നുന്നത്. അതൊരിത് അത് അതിലുപരി പോസ്റ്റ്മാൻ കൊണ്ടുവരുമ്പോഴേ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, നീ എവിടെ ചോറ് കഴിച്ചാൽ മീൻ ചാള എന്തെവിടെ ചെറുത് ശരി അടിപൊളിയെ അവിയലുണ്ടായിരുന്നു. ഇതാണ് അന്നത്തെ മറ്റെന്ന് വെച്ചാൽ ഒരു ആഴ്ച ഒരു മാസം അങ്ങനെ കാത്തിരിക്കുന്ന ഒരു പ്രണയത്തിന് അതിനൊരു വല്ലാത്തൊരു സുഖമുണ്ട്. അത് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ന്യൂജൻ പയ്യന്മാരത് അങ്ങനെ ഒരു പരിധിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ന്യൂ അല്ല എന്നാൽ പഴയ ഒരുപാട് ഓർമ്മയില്ലാത്ത ആൾക്കാർക്കെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവും. പക്ക ഈ പടത്തിൽ കറക്റ്റായിട്ട് ചെയ്യുന്നു. അതിലുപരി അടിയന്തരാവസ്ഥ കാലത്ത് നടക്കുന്ന പ്രണയമാണ്. അപ്പം അത്രത്തോളം പ്രശ്നമുള്ളതാണ്. കാരണം നമ്മുടെ അടിച്ചം ഒരു എന്താ പറയുക, എല്ലാം നമ്മുടെ കൊറോണ കാലത്ത് നമ്മളെല്ലാം കൂട്ടിയിട്ടിരുന്ന സംഭവമാണ്. ഒരുമിച്ച് കൂടാൻ പോലും പറ്റാത്ത പഴയ പടങ്ങളൊക്കെ എടുക്കുക കുറച്ച് വെല്ലുവിളിയുള്ള കാര്യം. അതെ അതെ അതെ, ഒരുപാട് കാര്യങ്ങൾ, ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നതാണ്. പക്ഷെ എത്രയൊക്കെയാന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് പറയാൻ നല്ല ഒരുപാട് അത് ഇടയ്ക്ക് പറയാൻ ഒരുപാട് എത്രയോ പടം പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും റിസ്ക്കും പെയിനും എടുത്തിട്ട് പടം വേറെ ഇല്ല. പുള്ളി എത്രയോ വലിയ നസീർ സാറിനെ വെച്ച് ലാലേട്ടനെ വെച്ച് ഒക്കെ പടം ചെയ്ത ആളാണ്. പക്ഷെ പറഞ്ഞെന്ന് വെച്ചാൽ ഇത്രയും പെയിനും റിസ്ക്കും ഉള്ള ഒരു പടം ഇതുവരെ ലൈഫിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ റിസൾട്ട് എന്തായാലും ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്നുള്ളത് 100% പൂർണ്ണമായ വിശ്വാസമാണ്. ഉറപ്പായിട്ടും നല്ലൊരു വിജയം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള പ്രതീക്ഷ. ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുമ്പോൾ പക്ഷേ വേറൊരു കാര്യം പറയട്ടെ, ഈ കൂട്ടത്തിൽ അങ്ങനെ എടുക്കാനൊരു മനസ്സുള്ള ഒരാൾ വേണ്ടേ? എന്നും ഒരേ ആൾക്കാർ തന്നെ പോരല്ലോ. അപ്പം ഞാനും ഹാഷിം ഷായും അല്ലെങ്കിൽ മറ്റേ നമ്മുടെ നായികന്മാർ പലരും അതിനകത്ത് കൊണ്ടുവരാൻ അഷറഫൊക്കെ കാണിച്ച ഒരു മനസ്സിനെ അഭിനന്ദിക്കാതെ നിവർത്തിയില്ല, പറയാതിരിക്കാൻ പറ്റും. അഷറഫൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള പിന്നെ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്ന സ്റ്റാർ ആയിട്ടില്ല അല്ലേ, പിന്നീടാണ് സൂപ്പർ സ്റ്റാർ. അപ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ട് മുകേഷ്, ജഗതി, അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു പിന്നെ ഒരു മാടപ്രാവിൻ്റെ കഥ, വനിതാ പോലീസ്, പിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം, എന്നിഷ്ടം നിന്നിഷ്ടം തുടങ്ങി ഒരുപാട് സിനിമകൾ. അത് എന്നിഷ്ടം നിന്നിഷ്ടം എടുത്ത് പറയാൻ നിവർത്തിയില്ല. എന്താണ് ഗായകനാണ്, പാടിച്ചില്ലെങ്കിൽ നമുക്ക് നാണക്കേടാ. പാടിച്ചില്ലെങ്കിൽ നമുക്ക് നാണക്കേടാ. ഞാൻ ഓൾറെഡി പിന്നെ മെലഡി ടൈപ്പ് പാട്ട് പാടുന്ന ഒരാൾ പാടാറുണ്ട്. നേടാ ഇനി വരുമല്ലോ, ഇനി അടുത്ത് പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് ഒരു പാടി തകർക്കാനുള്ള ഒരു മൂഡിൽ
നമുക്ക് ഇതിന്റെ സക്സസ് മീറ്റിൽ തകർക്കാം. തീർച്ചയായിട്ടും അങ്ങനെ കാണാം. കാരണം വെച്ചാല് ആൽബർട്ട് അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ ഇത്രയും വലിയൊരു റിസ്ക് മീൻസ്, കാരണം വെച്ചാൽ പുള്ളി തന്നെ പറഞ്ഞു ഇത്രയും വലിയ സ്റ്റാറുകളെ വെച്ച് പടം ചെയ്ത പുള്ളിക്ക് ഈ ഒരു സിനിമ അല്ല, അതൊരു വെല്ലുവിളിയാണ്. ന്യൂ ജനറേഷന് ഒരു വെല്ലുവിളിയാണ്. കാര്യം വെച്ചാല് ഇത്രയും റിസ്ക് എടുത്തൊരു പടം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആരെന്ന് വെച്ചാൽ പിന്നെ പുള്ളി ഒന്നും കാണാതെ അല്ലല്ലോ ചെയ്യുന്നത്. പുള്ളിക്ക് അറിയാം എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത്. ബാക്കിയുള്ളവരും അതിനോട് വളരെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തവരും ചുമ്മാ എടുത്തിട്ടില്ല. അവരും ഇത് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യേണ്ട പടമാണ് എന്ന് ഒരു ഇത് അതുപോലെ ഒരു കാര്യം നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഇതിന്റെ നിർമ്മാതാക്കൾ കുര്യച്ചായന്, അതുപോലെ ടൈപ്പിച്ചായന്, പിന്നെ വരികൾ എഴുതിയ അദ്ദേഹം, അദ്ദേഹത്തിന്റെ. അപ്പം അവര് ഇത്രയും റിസ്ക് എടുത്ത് പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് ഇത്രയും ഹാഷിം പറഞ്ഞതുപോലെ ഇത്രയും സ്ട്രെയിൻ ചെയ്തിട്ടൊരു പിക്ചർ പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അഷ്റഫ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് ഇപ്പോൾ സ്റ്റാർ എത്ര വേണമെങ്കിലും കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു മനസ്സുള്ളതുകൊണ്ടാണ് ഇന്നൊരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത്. ഞാൻ ജനിച്ചത്, ഒരു ഹാഷിം ഷാ ജനിച്ചത്, ഒരു ഗോപിക ജനിച്ചത്, അല്ലെങ്കിൽ ഒരു നിഹാൽ ജനിച്ചത്, അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ ജനിച്ചത്. അതുകൊണ്ട് നമ്മുടെ ക്യാമറാമാൻ അദ്ദേഹം പുതിയതാണ്. അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഇതൊക്കെ ആ ഒരു മനസ്സ് വേണം, അതെല്ലാവർക്കും കിട്ടത്തില്ല. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ അഷ്റഫൊക്കെ എപ്പോഴും ഹൃദയത്തിൻ്റെ ഭാഷയിൽ, മനസ്സിൻ്റെ ഭാഷയിൽ എന്നും കടപ്പെട്ട ഒരു നന്ദിയുള്ളവർ. അതെന്തായാലും നമ്മുടെ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഗംഭീര വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഇന്റർവ്യൂ തന്ന നിങ്ങൾക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിനും ഒക്കെ ഞങ്ങളുടെ ആശംസകളും നന്ദിയും. നിങ്ങൾക്ക് ഒരുപാട് നല്ല അവസരങ്ങളൊക്കെ കിട്ടട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തുടർന്ന് പാട്ടും അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അഭിനയമൊക്കെ പണ്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ കൂടുതൽ എനിക്ക് എന്തായാലും മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്നത് എനിക്കൊരു ഹരമായി. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പാരമ്പര്യമായി എനിക്ക് കിട്ടിയതാണ്. പിന്നെ പാട്ട് പാടാറുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ TS ജയരാജ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ വരുന്നേക്ക് ഇടാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ പുതിയതായിട്ട് വന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം എന്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ടെന്നുള്ളത്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള, നല്ല കഴിവുള്ള, നല്ല സിംഗേഴ്സിനെ എനിക്കൊരു സമയത്ത് ദൈവം അനുവാദം തരികയാണെങ്കിൽ ഞാനും ഇതുപോലെ നല്ല നല്ല കഴിവുള്ളവരെ കൊണ്ടുവരുന്നതിന് ഞാനും ശ്രമിക്കും. ഞാനതുപോലെ ഈ സത്യം പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാൻ വന്ന് അപ്പം ശ്രമിക്കാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒന്നും വലിയ ഗൗരവം ഉള്ളൊരു സംഭവമായിട്ടല്ല, സത്യം ഉള്ള കാര്യം അതാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ വന്ന. അപ്പം മക്കളെ പോലെ അന്ന് ഇത് തുടങ്ങുകയാണ്, പൂജയാണ്. ഞാൻ വരാമെന്ന് പറഞ്ഞു. രാവിലെ തന്നെ അത്യാവശ്യം കുറച്ച് ഡ്രസ്സ് കൂടെ എടുത്തോണം, അവിടെ റൂമിൽ ഇടാനുള്ള. ശരി, ഓക്കെ, എല്ലാം കെട്ടി കിടക്കൊക്കെ എടുത്ത് വരായിരുന്നു. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ അത്യാവശ്യം യൂട്യൂബ് ചാനലിലൊക്കെ അത്യാവശ്യം കുറച്ച് തക്ഷശില കലാഗ്രാമം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി നമ്മുടെ ചേട്ടച്ചേരി നടത്തുന്നൊരു ചെറിയൊരു ചാനലുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം കുഞ്ഞു കോമഡി പ്രോഗ്രാംസുകൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. കോമഡി പ്രോഗ്രാം അത്യാവശ്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. കോമഡി അല്ലെങ്കിൽ കൊടൂരം വില്ലൻ അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. ഞാൻ അങ്ങനെയൊക്കെ ഉദ്ദേശം സിനിമ അതൊക്കെ പറയുന്നത്. ഇവിടെ വന്നപ്പോഴെന്ന് വെച്ചാൽ പക്ക, കാരണം വെച്ചാൽ ലോകം ആരാധിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു രൂപം, അതായത് ജീസസിന്റെ ആ ഒരു വേഷം ചെയ്ത് പറഞ്ഞാൽ നാട്ടിലൊക്കെ ഭയങ്കര ഒരു ഭാഗ്യമാണ്. ജീസസിന്റെ ഒരു വേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ നോക്കിയപ്പോൾ അതുപോലെ ഇരിക്കുകയാണ്. അത് ആദ്യമേ പറഞ്ഞു. ഇല്ല ചേട്ടാ, ഞാൻ അന്തപ്പെട്ട കാര്യം വേറെ ഒന്നുമില്ല. അതിനകത്ത് നമ്മളെന്താ പറയാ, ഞാൻ കൂടുതൽ നന്നായിട്ട് കോമഡി പറയുന്ന ആളാണ്. തമാശ കാര്യങ്ങളൊക്കെയാണ്. ലൈഫ് മൊത്തം ട്രാജഡി ആണെങ്കിലും നമ്മുടെ ഇല്ല. ബാക്കിയുള്ളവർ സഹകരിക്കുന്നത് തമാശയൊക്കെ പറയും. ഞാൻ അങ്ങനെ ഒരു സംഭവത്തിൽ പ്രതീക്ഷിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും. വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓവർ ചിരിയൊന്നുമില്ല, എപ്പോഴും മുഖം കറക്റ്റ്. പക്ഷെ അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്ന് എന്തോന്നറിയോ, അത് പിന്നെ ഹാഷിം ഇത് പറയുമ്പം ഞാൻ പ്രൊഫഷണലായിട്ട് ആദ്യം സംഗീത സംവിധാനം ചെയ്യുന്നത്, ആദ്യത്തെ സംഗീത സംവിധാനം ചെയ്യുന്നത് ഞാൻ പഠിച്ചൊരു ചെമ്മന്തൂർ ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് പുനലൂർ, എൻ്റെ സ്കൂളാണ്. അപ്പം അവിടെ ടാബ്ലോയ്ക്ക് അന്ന് സുകുമാര സാറ് ശങ്കരിയമ്മ ടീച്ചറും രണ്ടുപേരും എൻ്റെ ഗുരുക്കന്മാരാണ്. ഇവർ യേശു ക്രിസ്തു ക്രൂശിലേറുന്ന ഒരു സീനാണ് ഈ ടാബ്ലോയ്ക്ക്. അന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത് പോവുകയാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ വർഷം എനിക്ക് തോന്നുന്നു 94 ആണെന്നാണ് എൻ്റെ ഓർമ്മ. 94 അവരിത് പോകുന്നത്. ഞാനന്ന് ട്രിവാൻഡ്രത്താണ്, സംഗീത കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പം സുകുമാര സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു 4 വരി എഴുതി. ഈ 4 വരി കൃത്യമായിട്ട് 1 മിനിറ്റാണ് ടാബ്ലോയുടെ സമയം, കർട്ടൻ ഉയർന്ന് താഴെ വരുന്നത്. ഈ സമയം കൊണ്ട് കൃത്യമായിട്ട് എനിക്കൊരു കമ്പോസിങ് ചെയ്തു തരണം എന്നൊരു കുട്ടിയെ കൊണ്ട് പാടിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ചെയ്ത എൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ കമ്പോസിങ്. അപ്പം അതിന് മുമ്പ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ എഴുതി ചെയ്യും. കാൽവരിക്കുന്നിൽ പാപികൾ തൻ കരങ്ങളാൽ
ക്രൂശിതനായ യേശുദേവാ, നിൻ ചൈതന്യം എന്നും ഞങ്ങളിൽ ചൊരിയേ. ഇത് അന്നത്തെ സമയത്ത് ഞാൻ ഇതാണ് എൻ്റെ ആദ്യത്തെ സംഗീത സംവിധാനം. ഇന്ന് ഈ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ക്രൈസ്തവ സമൂഹത്തിൽ നടക്കുന്ന പ്രണയകഥയാണ് ഈ പടം. അപ്പുറത്തും ഒരു ജീസസ് ഇരിപ്പുണ്ട്. സത്യം പിന്നീട് സിനിമയായിട്ട് ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഞാനൊന്ന് നല്ല നല്ല ഷുവറിങ് ബാക്കി ഒന്ന് അഷ്റഫിക്ക് എന്താണ് പറയുക എന്നുള്ളത്. ഞാൻ കൂടുതൽ അഷ്റഫിക്കായിട്ട് കമ്പനി ആവാനുള്ളൊരു ശ്രമം, എങ്ങനെ വഴക്ക് കുറയ്ക്കാന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു. ആദ്യ ദിവസമൊക്കെ വലിയ പ്രശ്നമില്ല, അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ചെറുതായി ജസ്റ്റ് ഒന്ന് കരയുന്നു, വണ്ടി കയറി പോകുന്ന ആ ഒരു ടോണിച്ചേട്ടനോട് ഫസ്റ്റ് ഞാൻ ടോണിച്ചേട്ടൻ പറയുന്നത് ആദ്യമായിട്ട് മൂവി ക്യാമറയിൽ മുമ്പ് ഞാൻ നിൽക്കുന്ന ചേട്ടൻ്റെ കൂടെയാണ്. അനുഗ്രഹം ഉണ്ടാവണമെന്ന് നമ്മൾ അനുഗ്രഹം വാങ്ങിച്ചാണ് പണി തുടങ്ങുന്നത്. പിന്നെ ആയപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഓരോരുത്തരും പറഞ്ഞു ആ ക്യാരക്ടറായിട്ട് മാറുക. സത്യം പറയാൻ ഒരു 38-40 ദിവസമോ 42 ദിവസം കൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകും. തിരിച്ചു പോയി ഒരാഴ്ച വരെ ആ ഒരു ഇതിൽ നിന്ന് ഒന്ന് മാറാനൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ വലിയ സംഭവമല്ല എന്ന് സത്യം അതാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരു മൂടായിരുന്നു. പക്ഷെ എന്നാലും അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം അഷ്റഫിക്ക പറഞ്ഞു തന്നത്, പുള്ളി പറയുന്നത് പുള്ളിയുടെ മനസ്സിൽ എന്താണുള്ളത് നമുക്ക് മൊത്തം ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഒരു 50% ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ഒപ്പിയെടുക്കാൻ പറ്റിയ വിജയിച്ചു. അതാണ് കറക്റ്റ് വേ. അല്ലാതെ പിന്നെ അത് ചിലപ്പം സ്നേഹത്തോടെ പറയും. എന്റെ കഴുത്തിലൊരു വള്ളി ഇങ്ങനെ ഇട്ടിട്ട് ഇക്കാന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ദേഷ്യത്തിൽ പറയാം. പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴേ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇപ്പൊ ഇവർ അഭിനയിക്കുമ്പോഴും ആ വള്ളി ചിലപ്പോൾ അവരുടെ അദ്ദേഹത്തിന്റെ അത് അങ്ങനെയല്ല. നമ്മളൊരു ചെറിയ നമ്മുടെ കണ്ണൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഇമ വെട്ടുന്നത് പോലും പുള്ളി അത് കറക്റ്റ് പക്കാ വാച്ചിങ് ആണ്. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. 1-2 തവണയൊക്കെ നന്നായിട്ട് പറയും. ശേഷം കുറച്ച് അത് ദേഷ്യപ്പെടുമ്പോഴാണെങ്കിൽ നമ്മൾ കുറച്ച് ശരിയാക്കണം. ഞാൻ മാത്രം ശരിയാക്കുമ്പോൾ കൂടെ വയ്ക്കുന്നവരും കൂടെ ശരിയാക്കട്ടെ. പലതെപ്പോഴും അങ്ങനെ ആയിട്ടുണ്ട്. അതിപ്പോ ആരെയും കുറ്റം പറഞ്ഞില്ല, എല്ലാവർക്കും പേടിയാണ്. ഡയറക്ടർ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഓക്കെയാണ്. ഞാൻ അഷ്റഫിക്കാരുടെ കൂടെ തന്നെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ പോലും വിളിക്കാതെ പറഞ്ഞില്ല. എനിക്ക് ചെറിയ പേടിയുണ്ട്. വേറെ കൊണ്ടല്ല, പുള്ളി അടിക്കപ്പെട്ടു അങ്ങനെയുള്ള ഒരു പേടിയല്ല, ബഹുമാനം കൊണ്ടുള്ള. സ്വാതന്ത്ര്യം തരുന്നുണ്ട്, നല്ല സ്വാതന്ത്ര്യം സെറ്റ് ആണെങ്കിൽ. അതൊക്കെ കൊണ്ടാണ് പാട്ട് ഇങ്ങനെ ചെയ്ത് ഇവർ അഭിനയിക്കുന്നതിനൊക്കെ ഒരു പോസിറ്റീവ് തിങ്ക് നമുക്ക് ഉണ്ടായി. പക്ഷെ പുള്ളി അത് മോരുകറിയിൽ ഇന്ന സാധനം തന്നെ വേണമെന്ന് വെച്ചാൽ അത് ആ സാധനം ഉണ്ടായാലേ കാര്യം നടക്കും. അല്ലാതെ മോരുകറി വെച്ച് എങ്ങനെയും തിളപ്പിച്ചിറക്കണം പരിപാടി നടക്കത്തില്ല. അത് പുള്ളിയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റും. എന്തായാലും ഇതൊരു വലിയ വിജയമാവും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയുണ്ട്. സത്യം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പിന്നെയും വന്നതാണ്. ശരി, ആദ്യം അഭിനയിച്ച സിനിമ ഒന്ന് റിലീസായിട്ട് മതി, ഇങ്ങനെയുള്ള ബാക്കി എന്തെന്നുള്ളൊരു നിലപാടിലാണ് ഞാൻ. അത്യാവശ്യം വേറെ ഒന്നുമില്ല, അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. തട്ടിമുട്ടിയൊക്കെ അങ്ങ് ജീവിച്ച് പോകാം. പിന്നെ അത് പടം വരട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഞങ്ങളും കാത്തിരിക്കുകയാണ്. വളരെ അടുത്തു 22-ാം തീയതി കേരളത്തിലെ തിയേറ്ററുകൾ പടം വരുന്നതിന് വേണ്ടി ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യാം. അതെ, അപ്പോൾ എന്തായാലും സിനിമ ഗംഭീര വിജയമാവട്ടെ. ഇത്രയും നേരം നമ്മുടെ കൂടെ സഹകരിച്ചതിന് ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും.